അല്ല സാറേ, ഒന്ന് ചോദിച്ചോട്ടെ. ഈ കേരളത്തിൽ ഇപ്പോൾ കോളേജുകളിലും പിന്നീട് യൂണിവേഴ്സിറ്റികളിലുമൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് നടന്നു. ഈ തെരഞ്ഞെടുപ്പിലൊക്കെ ആരാണ് കൂടുതൽ സീറ്റുകൾ നേടി ജയം ഉറപ്പിച്ചത്? പത്രവാർത്തകൾ പറയുന്നത് SFI തന്നെയാണ് എന്നാണ്. ചില സ്ഥലങ്ങളിലൊക്കെ SFIയുടെ കുത്തക KSU തിരിച്ചു പിടിച്ചതായി കാണുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായി ഒരു അവലോകനം നമ്മൾ നടത്തിയാൽ SFI തന്നെയാണ് മുന്നിലെത്തിയത് എന്ന് പറയാതെ വയ്യ. CPMൻ്റെ വിദ്യാർത്ഥി സംഘടന കുറേ നാളുകളായി കലാലയങ്ങളിലൊക്കെ തന്നെ അവർ നന്നായി തന്നെ പിടിച്ച് കയറിയിട്ടുണ്ട്. KSU എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി വിഭാഗത്തിന് പല കോളേജുകളിലും യൂണിറ്റ് പോലും ഇല്ല. ഒരു യൂണിറ്റ് ഉണ്ടാക്കാനുള്ള ധൈര്യമുള്ള KSU വിദ്യാർത്ഥികൾ പല കോളേജുകളിലും ഇല്ലാത്ത അവസ്ഥയാണ്. ഒന്നുകിൽ SFIയെ പേടിച്ചിട്ടാകാം, അല്ല എങ്കിൽ അവർക്ക് കോൺഗ്രസിനോടോ KSUവിനോടോ ആഭിമുഖ്യം ഇല്ലാത്തത് കൊണ്ടാകാം. പക്ഷേ ആദ്യം പറഞ്ഞതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ദാറ്റ് മീൻസ് അവർക്ക് പേടിയാണ്. SFI ഒതുക്കും, SFI തല്ലിക്കൂട്ടും എന്ന് നന്നായി KSUക്കാർക്ക് അറിയാം. അതിൻ്റെ കൂടെ അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. ഇങ്ങനെ SFI തല്ലിയാൽ ഞങ്ങളെ ആര് സംരക്ഷിക്കും? കോൺഗ്രസ് നേതാക്കൾ സംരക്ഷിക്കുമോ? ഇതാണ് ചോദ്യം. കാലാകാലങ്ങളിലായി കോളേജുകളിൽ ഉയരുന്ന ഒരു ചോദ്യം, KSUക്കാരുടെ മനസ്സിൽ ഉയരുന്ന ഒരു ചോദ്യമാണ്. ഞങ്ങൾ തല്ലുകൊണ്ടാൽ ഞങ്ങൾ ആര് സംരക്ഷിക്കും? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കോൺഗ്രസ്സിലെ പ്രധാന നേതാക്കളെല്ലാം ഇത് മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമാണ്. നിങ്ങളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനെ സഹായിക്കാൻ നിങ്ങൾക്ക് മനസ്സില്ല, സൗകര്യമില്ല, സമയമില്ല, അതിനോട് ആത്മാർത്ഥതയില്ല. ഇതാണ് KSU എല്ലായിടത്തും തോറ്റടിഞ്ഞു പോയത്. യൂണിറ്റ് പോലും ഇല്ലാതായിപ്പോയത്. പലപ്പോഴും KSUവിൻ്റെ വീര്യം നമ്മൾ കാണുന്നത് KSU പ്രസിഡൻറ്റിനെ, സംസ്ഥാന പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുമ്പോഴോ ജില്ലാ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുമ്പോഴോ മാത്രമാണ് ആ വീര്യം കാണുന്നത്. നേരെ മറിച്ച് എല്ലായിടങ്ങളിലും യൂണിറ്റ് ഉണ്ടാക്കാൻ, KSU പിള്ളേർക്ക് സംരക്ഷണം കൊടുക്കാൻ കോൺഗ്രസിൻ്റെ നേതാക്കൾ, അത് സംസ്ഥാന നേതാക്കളാകട്ടെ പ്രാദേശിക നേതാക്കളാകട്ടെ, തയ്യാറല്ല. അവർക്കാർക്കും അതിനുള്ള ഒരു മനസാക്ഷിയില്ല. നാളെ KSUവിൽ പിള്ളേർ വേണം, KSUക്കാർ വേണം. അതാണ് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ബലം. നാളെയും പ്രസ്ഥാനം ഇവിടെ നിൽക്കണം. അപ്പോൾ ഇപ്പോഴേ ആ പ്രസ്ഥാനത്തിലേക്കുള്ള ആളുകളെ നമ്മൾ വളർത്തിയെടുക്കണം. അതിന് ഉള്ള ഒരു നടപടിയും സംസ്ഥാന നേതാക്കളുടെ ഭാഗത്തു നിന്നോ താഴെയുള്ള നേതാക്കളുടെ ഭാഗത്തു നിന്നോ ഇല്ല. KPCCയിൽ ഒരു സെക്രട്ടറിക്ക് KSUവിൻ്റെ ചുമതല കൊടുത്തിട്ടുണ്ട്, പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹം ഇതിൽ എത്ര ശുഷ്കാന്തി കാണിക്കുന്നുണ്ട് എന്ന് പരിശോധിക്കണം. അത് KPC പ്രസിഡൻ്റാണെങ്കിൽ സംസ്ഥാന പ്രസിഡൻറ്റും അതിന് മറുപടി പറയേണ്ടതുണ്ട്. സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ സംരക്ഷണം കൊടുത്താലേ അദ്ദേഹം താഴേക്കിടയിലുള്ളവർക്ക് അത് പകർന്നു കൊടുക്കാൻ പറ്റും. അത് സാമ്പത്തികപരമായ സംരക്ഷണമാണെങ്കിൽ അത് കൊടുക്കണം. ഇനി ഫിസിക്കലായിട്ടാണ്, അവർക്ക് തല്ല് കിട്ടിയാൽ തിരിച്ചു തല്ലും എന്നുള്ള അവസ്ഥ അവർ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള സൗകര്യവും നേതാക്കൾ ചെയ്തു കൊടുക്കണം. പണ്ടൊക്കെ അങ്ങനെ ചെയ്തിരുന്നു. പണ്ടൊക്കെ പ്രൊട്ടക്ഷൻ നന്നായി കിട്ടിയിരുന്നു. കോൺഗ്രസിനും KSUവിനും തന്നെ അത് ചെയ്യാൻ കുറേ INTUCക്കാരെയൊക്കെ റിക്രൂട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. എവിടെയെങ്കിലും തല്ലുണ്ടായിക്കഴിഞ്ഞാൽ INTUC അവിടെ വരുമെന്നും INTUC തിരിച്ച് തല്ലുമെന്നൊക്കെ അറിയുന്നത് കൊണ്ടാണ് പലപ്പോഴും SFI രംഗം വിട്ട് മാറി പോകാറുള്ളത്. പക്ഷേ ഇന്ന് സ്ഥിതി അതൊന്നും അല്ല. KSUക്കാർ ജീവൻ പേടിച്ചുകൊണ്ട് അവർ ഒളിച്ചു മാറി നിൽക്കുകയാണ്. ഭരണത്തിൻ്റെ സംരക്ഷണം ഉണ്ട് SFIക്കാർക്ക്. അതുമാത്രമല്ല, അവരുടെ പാർട്ടിയുടെ സംരക്ഷണം ഉണ്ട്. ഒരു SFIക്കാരന് എന്തെങ്കിലും സംഭവിച്ചാൽ പാർട്ടി കൂടെ നിൽക്കും. അതാണ്, അവനെ പരിചരിച്ചു കൊണ്ട് തന്നെ ഈ നേതൃത്വം ഒപ്പമുണ്ടാവും. അങ്ങനെ ഉണ്ടാവുമ്പോൾ ആ നേതാവിന് അചഞ്ചലമായി തന്നെ പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കാൻ കഴിയും. അവൻ ഫീൽഡിൽ നിന്ന് ഫൈറ്റ് ചെയ്യും. മറിച്ചായാൽ ഈ KSUവിന് സംഭവിക്കുന്നത് പോലെ സംഭവിക്കും എന്ന് പാർട്ടി നേതൃത്വത്തിന് അറിയാം. അവർക്ക്, കമ്മ്യൂണിസ്റ്റുകാർക്കുള്ള ഏറ്റവും വലിയ പ്ലസ് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രസ്ഥാനത്തിനെ വളർത്താനുള്ള ഒരു വീര്യം അവരുടെ ചോരകളിലുണ്ട്. കോൺഗ്രസ്സുകാർക്ക് അങ്ങനെ ഒരു വീര്യം ഉണ്ടാക്കിയെടുക്കാൻ നേതൃത്വം ഒരിക്കലും
ഉരുപ്പെട്ടിട്ടില്ല. പണ്ട് ഒരിക്കലുമെന്ന് ഞാൻ പറയുന്ന അടുത്ത കാലത്താണ് കേട്ടോ. മുമ്പ് അതിനൊക്കെ പിന്നെ സഹായകരമായ നിലപാടുകൾ എടുത്തിരുന്ന നേതാക്കളുണ്ട്. കെ കരുണാകരൻ അതിൽ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. എ കെ ആൻ്റണി അതിൽ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അവരൊക്കെ തന്നെ ഒരു പ്രോത്സാഹജനകമായ സമീപനം വിദ്യാർത്ഥികളോട് എടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഇപ്പോൾ നിലനിർത്തി കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ആക്ഷേപം. അപ്പോൾ അടുത്ത തലമുറ എന്ന് പറയുന്നത് നേതൃത്വ നിരയിലേക്ക് MLA ഹോസ്റ്റലിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറേ വിദ്യാർത്ഥികൾ, വിരലിലെണ്ണാവുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. അവർ MLA ഹോസ്റ്റലിലെ നേതാക്കളുടെ മുറികളിൽ ചേക്കേറി അവരുടെ ആശ്രിത വാത്സല്യരായി ഇങ്ങനെ നടക്കുന്നു. അത്രയല്ലാതെ താഴെത്തട്ടിലേക്ക് KSUവിൻ്റെ യൂണിറ്റുകൾ ഉണ്ടാക്കാനും പൊരുതിക്കയറാനുള്ള വീര്യം ഓരോ വിദ്യാർത്ഥികളിലും അങ്കുരിപ്പിക്കാനും KSUവിൻ്റെ നിലവിലുള്ള സംസ്ഥാന നേതാക്കൾക്കുമില്ല, കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കൾക്കും ഇല്ല. അവരുടെ പ്രാദേശിക തലത്തിൽ നോക്കിയാലും ഇത് തന്നെയാണ് സ്ഥിതി. നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കുക എന്നുള്ളതാണ്. മറിച്ച് അവർ ഓരോ പരിപാടി ഇട്ട് കഴിഞ്ഞാൽ ആ പരിപാടിക്ക് വേണ്ടിയുള്ള എല്ലാ സംഘടനാ സംവിധാനവും ഉപയോഗിക്കാൻ സാമ്പത്തികമായി തന്നെയാണ്. കാരണം കുട്ടികൾക്ക് പിരിക്കാനിറങ്ങിയാലൊന്നും ഇപ്പോൾ ഭരണം കയ്യിലില്ലാത്തതുകൊണ്ട് ആരും കൂടുതൽ കാശൊന്നും കൊടുക്കത്തില്ല. അപ്പോൾ അവർക്ക് നോട്ടീസ് അടിക്കാൻ കാശ് വേണം, സമ്മേളനം നടത്താൻ കാശ് വേണം, കൊടി ഉണ്ടാക്കാൻ കാശ് വേണം. ഇതെല്ലാം ചെയ്യേണ്ടവർ ചെയ്യേണ്ടതല്ലേ? KPCCക്ക് ഒരു ഫണ്ടുണ്ട്. ആ ഫണ്ടിൽ KSUവിന് എത്ര പങ്കാണ് കൊടുക്കുന്നത് എന്ന് പരിശോധിക്കപ്പെടണം. അത് ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ആകെ KSUവിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ MLA ഹോസ്റ്റലിൽ വരിക, നേതാക്കളെ മുഖം കാണിക്കുക. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേട്ടതാണ്, പാലക്കാട് മാത്രമായിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കളെല്ലാം അവിടെയുണ്ട്. ചില നേതാക്കൾ, പ്രത്യേകിച്ച് ഈ വിദ്യാർത്ഥി വിഭാഗത്തിൽപ്പെട്ട നേതാക്കളൊക്കെ അവിടെ പോകും. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ പോയി അവിടെ ഇരിക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കും. അവിടെ വരുന്ന നേതാക്കളെ മുമ്പിൽ ഞാനും വന്നിട്ടുണ്ടേ, ഞാനിവിടെ ഉണ്ടേ, കണ്ടല്ലോ ഞാനും ഉണ്ടേ, ഈ ഞാനും ഉണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവിടെ വന്നിരുന്നിട്ട് പൊടിയും തട്ടി വൈകുന്നേരം എവിടേക്കാണോ വീട് അവിടേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. യാതൊരു ഗുണവും അവരെ കൊണ്ട് ഉണ്ടാവുകയില്ല. ഏതെങ്കിലും റോൾ എവിടെയെങ്കിലുമൊക്കെ ഏൽപ്പിച്ചു കൊടുത്താൽ അവർ പോവുമെന്നുറപ്പില്ല, പോയാൽ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുമെന്നും ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മുഖം കാണിക്കലും സമ്മേളനങ്ങളിൽ മുഖം കാണിക്കലും ഒക്കെയേ ഉള്ളൂ. പലപ്പോഴും KSUവിൻ്റെ താലൂക്ക് സമ്മേളനങ്ങളോ ജില്ലാ സമ്മേളനങ്ങളോ സംസ്ഥാന സമ്മേളനം പോലും പ്രോപ്പറായി നടക്കാറില്ല. KSUവിൻ്റെ ഒരു പ്രകടനം എന്ന് പറയുന്നത് കാണാറേയില്ല. അവരുടെ ഒരു സമര പോരാട്ട വീര്യവും കാണാനില്ല. മുമ്പൊക്കെ ആണെങ്കിൽ KSUവിന് ഒരുപാട് പരിപാടികൾ ഉണ്ട്. ഓണത്തിന് ഒരു പറ നെല്ല് തുടങ്ങിയ ഒരുപാട് പരിപാടികൾ പണ്ടിട്ടിരുന്നു. പരിപാടികളൊന്നും ഇപ്പം ഇല്ല. പരിപാടികളില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും സുഖമാണ്. വെയിൽ കൊള്ളണ്ട, വെള്ളം കോരണ്ട. മറിച്ച് നേതാക്കളെ മുമ്പിൽ വന്ന് ചുറ്റിപ്പറ്റി നിന്നിട്ട് വൈകുന്നേരം തിരിച്ചു പോയി ഇന്നത്തെ പ്രവർത്തനം ഓക്കെ എന്ന മട്ടിൽ കടന്നുറങ്ങുക. ഇത് മാത്രമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അതിൻ്റെ ഒരു നെറ്റ് റിസൾട്ട് കോൺഗ്രസ്സിലേക്ക് വരാൻ പോകുന്ന കാലത്തേക്ക് ഉണ്ടാകുന്ന അപജയമാണ്. പുതിയ ഒരു വിദ്യാർത്ഥി സമൂഹം, നേതൃത്വത്തിലേക്ക് വരേണ്ട ഒരു സമൂഹം ഇല്ലാതെ പോകുന്നു. SFI അത് ശ്രദ്ധിക്കുന്നു, KSU അത് ശ്രദ്ധിക്കാതെ പോകുന്നു. അത് കുറച്ചു കാലം കൂടി കഴിഞ്ഞാൽ അത് വ്യക്തമാകും എന്നുള്ളത് പറഞ്ഞു വെക്കുന്നു. നേതാക്കൾ അത് മനസ്സിലാക്കിയാൽ അവർക്ക് നല്ലത്.